നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഒരു ഓട്ടോമാറ്റിക് ഫോർച്യൂണർ വണ്ടി എങ്ങനെ ഓടിക്കാം എന്നതിനെ പറ്റിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു തരാൻ പോകുന്നത്. പലരും വന്ന് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിച്ചു ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്നതിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ട് ഓരോ ഓട്ടോമാറ്റിക് വണ്ടി ഓടിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കില്ല. അപ്പോൾ പലതിൻ്റെയും ഓരോ വാഹനത്തിനും ഞാൻ കാണിക്കുന്നതായിരിക്കും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്കൊരു ഫോർച്യൂണർ ഓട്ടോമാറ്റിക് വണ്ടി എങ്ങനെ ഓടിക്കാം എന്നതിനെ പറ്റി ഇന്നത്തെ ഒരു വീഡിയോ നോക്കാം. കൂടാതെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം, അതുപോലെ ഷെയർ ചെയ്യാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതല്ല, സ്റ്റാർട്ട് ചെയ്യാൻ അതിൻ്റെ ബട്ടണാണ്. ഇത് നമുക്ക് ലോക്ക് ഇടാനും അത് ലോക്ക് തുറക്കാനും വേണ്ടി മാത്രമുള്ള ചാവിയാണ്. ഇപ്പം ഞാൻ ലോക്ക് തുറന്നതിന് ശേഷം ഡോർ തുറന്നതിന് ശേഷം നമുക്ക് ആദ്യം സീറ്റാണ് സെറ്റ് ആക്കേണ്ടത്. അപ്പോൾ സീറ്റിനെ പറ്റി പറയുന്നത് മറ്റുള്ള വണ്ടിയുടെ കൂട്ടല്ല, മറ്റുള്ള അപേക്ഷ ഇച്ചിരി ഡിഫറെൻ്റ് ആണിത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സീറ്റിനെ പറ്റി എന്ന് പറഞ്ഞാൽ, അതായത് നമുക്ക് ഈ സീറ്റ് നമുക്ക് മുമ്പോട്ട് നീക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് മുന്നോട്ട് നീക്കിയാൽ അത് മുന്നോട്ട് നീങ്ങും. ഇതാണ്, ഇത് പ്രസ് ചെയ്താൽ മുന്നോട്ട് നീങ്ങും. അതുപോലെ തന്നെ ഇത് ബാക്കിലോട്ട് ഇവിടെ നിന്ന് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലോട്ട് നീങ്ങും. അതുപോലെ തന്നെ ഇതാണ് നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ചാര് കറക്റ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇങ്ങനെ ചാർജ് ബാക്കിലോട്ട് പോകും. അതുപോലെ തന്നെ ഇങ്ങോട്ടാക്കി കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലോട്ട് വരും ഈ സീറ്റ്. അതുപോലെ തന്നെ നമുക്കിവിടെ പൊക്കണമെന്നുണ്ടെങ്കിൽ ഈ സീറ്റ് നമുക്ക് മേലോട്ട് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് പൊക്കം കിട്ടും നമുക്ക്. അതുപോലെ തന്നെ ഇവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് സെൻറ്ററിൽ നമുക്ക് പൊക്കം കിട്ടും. നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് കംഫർട്ടബിളായിട്ട് ഈ സീറ്റ് നമുക്ക് പൊക്കണമെങ്കിൽ പൊക്കാം, അതുപോലെ താക്കണമെങ്കിൽ താക്കാം. എല്ലാം നമുക്ക് അഡ്ജസ്റ്റ് ആയിട്ട് വെക്കാം. ഞാനിപ്പോൾ ഞാനിപ്പോൾ വണ്ടി ഓടിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി കറക്റ്റായിട്ട് ആക്കി വെച്ചിരിക്കുകയാണ് ഞാനത്. അതിനുശേഷം നമ്മൾ വണ്ടിയിലോട്ട് കയറി ഇവിടെ നമുക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ബട്ടൺ ഇവിടെയാണ്, എൻജിൻ സ്റ്റാർട്ട് ബട്ടൺ. അതുപോലെ തന്നെ നമുക്ക് നേരെ ഗിയർ ലിവറിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടിക്ക് ഇത് ഗിയർ ലിവർ എന്നല്ല പറയുന്നത്, ഇത് ഗിയർ സെലക്ടർ എന്നാണ് ഇതിന് പറയുന്നത്. ഈ സെലക്ടർ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സാധാരണ ഓട്ടോമാറ്റിക് വണ്ടിക്ക് നമുക്ക് നോക്കുമ്പം അതിൻ്റെ അകത്ത് RDN ഇത് മാത്രമേ കാണാറുള്ളൂ. ഇപ്പോൾ ഇതിനകത്ത് നിന്ന് പറയുമ്പോൾ ഇതിനകത്ത് P ഉണ്ട്, അതുപോലെ തന്നെ R ഉണ്ട്, അതുപോലെ തന്നെ N ഉണ്ട്, D അതിൻ്റെ S ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ S എന്ന് പറഞ്ഞാൽ സ്പോർട്സ് മൂഡാണ്, D എന്ന് പറഞ്ഞാൽ ഡ്രൈവ് മൂഡാണ്, പിന്നെ അതുപോലെ തന്നെ ന്യൂട്രൽ, അതുപോലെ തന്നെ റിവേഴ്സ്, അത് പാർക്കിംഗ്. ഈ പാർക്കിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളത് പാർക്കിങ്ങിൽ ഇട്ടിട്ട് ഹാൻഡ് ബ്രേക്ക് ഇടാതെ നിങ്ങൾ പോകുന്നത് ഒരു ഗിയറാണ് പാർക്കിംഗ് എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഒരു വണ്ടി നമുക്ക് നിർത്തി നമ്മൾ എവിടെയെങ്കിലും ലോക്ക് ചെയ്തിട്ട് പോയതിന് ശേഷം എന്ത് ചെയ്യണം, ആദ്യം നമ്മൾ ന്യൂട്രാക്കി ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യണം, പാർക്കിംഗ് മോഡ് ഇടുക. അല്ലാതെ ചിലർ കണ്ടിട്ടുണ്ട് ഈ ഹാൻഡ് ബ്രേക്ക് ഇടാതെ പാർക്കിംഗ് മോഡ് ഇട്ടിട്ട് പോകും. കാരണം എന്താ, അതൊരു ഗിയർ ബോക്സിനെ പിടിക്കുന്നതാണ്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ പാർക്കിംഗ് മോഡിൽ മാത്രമായിട്ട് ഇട്ടിട്ട് പോകരുത്. കാരണം ലോഡ് മൊത്തം എന്ത് ചെയ്യും, വന്നൊരു ഇറക്കമാണ് എന്ത് ചെയ്യുക, ആ ലോഡ് മൊത്തം വന്ന് ഗിയർ ബോക്സിൽ താങ്ങും. അപ്പോൾ എന്ത് ചെയ്യാൻ സംഭവിക്കും, ആ ഗിയർ ബോക്സിൽ താങ്ങിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, മൊത്തം നമുക്ക് എടുക്കുന്ന സമയത്ത് ഭയങ്കര ലോഡായിരിക്കും. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ആ ലോഡ് മൊത്തം അങ്ങോട്ട് വന്ന് നിൽക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, എടുക്കുന്ന സമയത്ത് നമുക്ക് ബ്രേക്ക് ചവിട്ടി നമ്മൾ എടുക്കുന്ന സമയത്ത് ഭയങ്കര ലോഡായിട്ട് തോന്നുന്നത്. അപ്പോൾ ഒരു കാരണവശാലും അങ്ങനെ ആകരുത്. ആദ്യം എന്ത് ചെയ്യണം, ന്യൂട്രലാക്കി എന്ത് ചെയ്യണം, ഹാൻഡ് ബ്രേക്ക് ഇടുക. ഹാൻഡ് ബ്രേക്ക് ഇട്ടതിന് ശേഷം എന്ത് ചെയ്യുക, പിന്നെയും ബ്രേക്കിൽ പ്രസ് ചെയ്ത് പാർക്കിംഗ് മോഡ് ഇടുക. നമുക്ക് ഈ പാർക്കിംഗ് മോഡുള്ള വാഹനത്തിന് നമുക്ക് പാർക്കിംഗ് മോഡ് ഇട്ടാൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, വണ്ടി ലോക്ക് ആക്കാൻ നമുക്ക് പറ്റത്തുള്ളൂ. നമുക്കിപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് നമുക്കിപ്പോൾ ലോക്കാക്കി പോകണമെന്നുണ്ടെങ്കിൽ ഈ പാർക്കിംഗ് മോഡിൽ ഇട്ടാൽ എന്ത് ചെയ്യത്തുള്ളൂ, ലോക്ക് ആകത്തുള്ളൂ. ഈ ന്യൂട്രൽ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, വണ്ടി ഓഫ് ആക്കാനും വണ്ടി സ്റ്റാർട്ട് ചെയ്യാനും ഒക്കെ പറ്റും. പക്ഷേ എന്താ, നമുക്ക് വണ്ടി ലോക്ക് ചെയ്ത് പോകണമെന്നുണ്ടെങ്കിൽ പാർക്കിംഗ് മോഡ് തന്നെ ഇടുക. അതുപോലെ തന്നെ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ബൈക്കിലോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഡ്രൈവ് മോഡ്, സ്പോർട്സ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പീഡിൽ പോകാം, പക്ഷെങ്കിൽ പെട്രോളിൻ്റെ ഒക്കെ മൈലേജിൻ്റെ ഒക്കെ വ്യത്യാസം വരും. ഇപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇത് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ ഇത് വാഹനം നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, വേറെ നമുക്ക് സാധാരണ ഒരു ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന പോലെ. അതുപോലെ തന്നെ സാധാരണ ഇവിടെ 2 പെഡലേ കാണാനുള്ളൂ. ഇത് കണ്ടില്ലേ, നമുക്ക് ബ്രേക്കും അതുപോലെ തന്നെ ആക്സിലേറ്റർ. നമുക്ക് ഈ ക്ലച്ചും ബ്രേക്കും എന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ മാനുവൽ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ ക്ലച്ച് വരും. അപ്പോൾ ഇതിന് ക്ലച്ചില്ല. ഓട്ടോമാറ്റിക് വണ്ടി എന്ന് പറയുമ്പോൾ ഇവിടെ ആരും ബ്രേക്കും ആക്സിലേറ്ററും മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് ക്ലച്ചും ബ്രേക്കിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സെലക്ടർ മാറ്റണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആദ്യം ബ്രേക്കിൽ പ്രസ് ചെയ്തുകൊണ്ട് വേണം എന്ത് ചെയ്യാൻ, സെലക്ടർ മാറ്റാൻ. വണ്ടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ബ്രേക്ക് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ ഈ പാർക്കിംഗ് മോഡിൽ തന്നെ ഇട്ടുകൊണ്ട് ചെയ്യുക, ഈ ബട്ടൺ ഞെക്കിയാൽ മതി, വണ്ടി സ്റ്റാർട്ടാകും. ഇതുണ്ടല്ലേ, ഓട്ടോമാറ്റിക്കായിട്ട് ഈ വണ്ടി സ്റ്റാർട്ടായി. ഈ വണ്ടി സ്റ്റാർട്ടായതിന് ശേഷം മാത്രമേ ബ്രേക്ക് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഡ്രൈവ് മോഡ് ഇട്ടാൽ എന്ത് ചെയ്തുള്ളൂ, വണ്ടി മുന്നോട്ട് പോവുള്ളൂ. അത് നമുക്ക് എന്ത് ചെയ്യണം, ഈ ബ്രേക്കിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സെലക്ടർ ഇങ്ങനെ മാറ്റിയാൽ മതി. നേരെ സെലക്ടർ മാറിക്കഴിഞ്ഞാൽ നേരെ എന്ത് ചെയ്യും, നേരെ ഡ്രൈവ് മോഡ് ആകും, നമുക്ക് മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് എടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ആ ബ്രേക്കിൽ തന്നെ പ്രസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം, റിവേഴ്സ് മോഡ് ഇടുക. കണ്ടില്ലേ, റിവേഴ്സ് മോഡ് ഇട്ടതിന് ശേഷം നമ്മൾ ബൈക്കിലോട്ട് എടുക്കുക.
ഇപ്പോൾ ഈ സെലക്ടർ മാറ്റിയ സമയത്ത് ആ സൗണ്ട് കേട്ടത് നമുക്ക് ആ ഡോറ് തുറന്ന് കിടന്നുകൊണ്ടാണ്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റിയറിംഗിലോട്ട് വന്നാൽ നമുക്ക് ഇവിടെ പാഡ് ഷിഫ്റ്റ് ഉണ്ട്. അതായത് നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. നമുക്കിപ്പോൾ ആവറേജ് സ്പീഡ് വേണമെന്നുണ്ടെങ്കിൽ സ്പീഡ് പെട്ടെന്ന് മൂവ് ആകുന്നതിന് പെട്ടെന്ന് ഇത് പാഡ് ഷിഫ്റ്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. അതുപോലെ തന്നെ സ്പീഡ് കുറച്ച് കൊടുക്കാം. നമുക്ക് ഇതിവിടെ മൈനസ് ഉണ്ട്, അതുപോലെ തന്നെ കുറച്ച് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ തന്നെ ഡോറിൻ്റെ റൈറ്റ് സൈഡിൽ തന്നെയാണ് നമുക്ക് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. സൈഡിലോട്ട് ആക്കി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. റൈറ്റിലോട്ട് ആക്കി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലെ മിറർ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. മറ്റുള്ളൊരു വാഹനം ഓടിക്കുന്നതിന് വളരെ ഈസി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, ഈ ഒരു വാഹനം ഓടിക്കാം. നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ വലിപ്പം കണ്ടുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഒരു കാരണവശാലും നിങ്ങൾക്ക് പേടിക്കേണ്ട. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു വാഹനം ഓടിക്കാം. അപ്പം ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നല്ലൊരു ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.